അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. SM ടോക്കിന്റെ 30 ഡേയ്സ് ചലഞ്ചിന്റെ 5ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നുള്ളത് അല്ലെ. ഇൻഷാ അല്ലാഹ് നമ്മള് 4 അടിപൊളി ചലഞ്ചുകൾ ചെയ്തിരിക്കുകയാണ്. കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു. നമ്മുടെ യൂട്യൂബിന്റെ അണ്ടറിൽ കമന്റ് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ 5ാമത്തെ പുതിയ ചലഞ്ചിലേക്ക് പോവുകയാണ്. ഈ ഓരോ ചലഞ്ചുകളും നമ്മളെ ആത്മീയമായി ഉയർത്താനും നമ്മുടെ ജീവിതം വലിയ സന്തോഷത്തിലാക്കാനും നമുക്ക് റബ്ബിലേക്ക് ഈ റമദാനിൽ കൂടുതൽ അടുക്കാനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ റെഡിയാണോ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ? ഓക്കെ, വെരി ഗുഡ്. ഇന്ന് നമ്മുടെ ചലഞ്ച് ഒരു പുതിയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, ഒരുപക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ കുറ്റക്കാരാക്കുന്ന നമ്മളിൽ നിന്ന് വരുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ സംസാരം എന്ന് പറയുന്നത് അല്ലെ. ഹബീബായ തങ്ങള് ഒരുപാട് തവണ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ സംസാരത്തെ നമ്മൾ നിയന്ത്രിക്കണമെന്ന്. നമ്മള് തോന്നുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വലിയ പ്രശ്നത്തിലാണ്. കാരണം നമ്മുടെ നാവ് വാളിനേക്കാളും മൂർച്ചയുള്ള ഒരു ആയുധമാണ്. ചിലപ്പോൾ അത് മുന്നിലുള്ള ആളുടെ ഹൃദയത്തെ ആകെ തറച്ചു മുറിച്ച് കളയും. ചിലപ്പോൾ അവളുടെ ജീവിതത്തെ അത് പാടെ നശിപ്പിച്ച് കത്തിച്ചാമ്പലാക്കി കളയും. അപ്പൊ അത്രയും പവറുണ്ട് നമ്മുടെ നാവിന് അല്ലെ. ഒരേ സമയം ഒരു മനുഷ്യനെ ഒന്നിനും പറ്റാത്ത ഒരാളാക്കി മാറ്റാനും അതേ സമയം ഒരു മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഗുണമുണ്ട് നമ്മുടെ നാവിന്. ഏതായാലും പൊതുവെ സംസാരം കുറയ്ക്കുക എന്നുള്ളത് ഒരു ഈമാന്റെ ഭാഗമാണ് അല്ലെ. സൂക്ഷ്മതയുടെ ഭാഗമാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും അത് തെറ്റായി വന്നാൽ അത് നമ്മുടെ ഉള്ള അമലുകളെ കൂടെ ഇല്ലാതെയാക്കി കളയും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സംസാരത്തെ ചുരുക്കണം. നിങ്ങൾ റെഡിയാണോ? ഹബീബായ തങ്ങള് പറയുന്നുണ്ട്, പടച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ് നമ്മൾ സംസാരത്തെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ നല്ലൊരു വാക്ക് ദാനമാണ് എന്ന്. അതുപോലെ നമ്മൾ റബ്ബിൽ നിന്നൊരു രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് ഹബീബായ തങ്ങള് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സംസാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നരകത്തിൽ പലരും പോവാനുള്ള ഒരു വലിയ കാരണമായിട്ട് അവരുടെ സംസാരം മാറാറുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുക്കുകയല്ലേ? റെഡിയല്ലേ എല്ലാവരും? ഓക്കെ. ഇന്ന് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തെ കുറയ്ക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എന്തിനും ഏതിനും ചാടി കയറി സംസാരിക്കുന്ന നമ്മൾ കംപ്ലീറ്റ്ലി മൗനം പാലിക്കുകയല്ല, ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം സംസാരിക്കുക. ഇന്ന് മാത്രം ജസ്റ്റ് നമ്മളൊന്ന് ചിന്തിക്കുക, എന്നിട്ട് മാത്രം സംസാരിക്കുക. അത് മാക്സിമം ചുരുക്കി മാത്രം സംസാരിക്കുക. നമുക്ക് സാധാരണ ഒരു പല്ല് വേദന വന്നാൽ നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയില്ലേ, നമുക്ക് സംസാരിക്കാൻ തൊണ്ട അടഞ്ഞു പോയാലും നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയില്ലേ, അതായത് വളരെ ചുരുക്കിയാണ് നമ്മൾ സംസാരിക്കുക. എല്ലാം കയറി നമ്മൾ സംസാരിക്കൂല. പല്ലുവേദനയുള്ള ആള് ഭൂരിഭാഗം സമയവും മൗനത്തിലാണ് ഉണ്ടാവുക. ശരിയല്ലേ? അയാൾക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യം മാത്രമേ അയാൾ സംസാരിക്കാറുള്ളൂ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? പല്ലുവേദനക്കാരൻ്റെ തൊട്ട് നടക്കുക എന്നല്ല, നമ്മള് നമുക്ക് കഴിയുന്നതിന്റെ മാക്സിമം സംസാരത്തെ ചുരുക്കിയിട്ട് അത്യാവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. അത് നന്മയുള്ളത് മാത്രം സംസാരിക്കുക. മറ്റൊരാൾക്ക് പിന്നെ സന്തോഷം ഉണ്ടാകുന്നത് മാത്രം സംസാരിക്കുക. ഒരാൾക്ക് ദുഃഖം ഉണ്ടാകും എന്ന് തോന്നുന്ന അയാൾ ഉപദേശിക്കുകയാണെങ്കിൽ പോലും മാക്സിമം നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ ഇതിന് റെഡിയാണോ? ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ നാവിനെ വിലങ്ങിടാൻ നിങ്ങൾ പരിശീലിക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഇന്ന് നമ്മൾ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ പോവാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആ ചലഞ്ച് ഏറ്റെടുക്കാം. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ കൊണ്ടുവരും. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പലപ്പോഴും പലരും പറയാറുണ്ടെങ്കിലും എല്ലാ സ്ത്രീകളും അങ്ങനെയൊന്നും അല്ല. ഇനി പിന്നെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്തവരാണ് പുരുഷന്മാരെങ്കിലും എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. അപ്പൊ രണ്ടും മിശ്രം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റമുണ്ട്. ഏതായാലും നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുകയാണ്, ഇന്ന് എന്റെ സംസാരത്തെ ഞാൻ മാക്സിമം ഞാൻ ചുരുക്കും. എന്നിട്ട് അത്യാവശ്യമുള്ളത് മാത്രമേ സംസാരിക്കൂ. ഇനി ആ പറയുന്നത് പോലും എന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് അയാളുടെ ഹൃദയത്തിന് സന്തോഷം ലഭിക്കുന്നത് മാത്രമേ ഞാൻ പറയൂ. വെറുതെ എന്തെങ്കിലും കയറി പറയുന്ന പരിപാടി ഇനി ഇല്ല. ഇന്ന് തീർച്ചയായിട്ടും ഇല്ല. അനാവശ്യമായ എല്ലാ സംസാരവും സംഭാഷണങ്ങളും ഞങ്ങൾ ഒഴിവാക്കും. ഇന്ന് അത്യാവശ്യമുള്ളതും ഗുണമുള്ളതുമായ സംസാരത്തെ മാത്രം ഊന്നൽ നൽകും. നിങ്ങൾ തീരുമാനം എടുത്തോ? ഇതെടുക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. ഹബീബായ തങ്ങളുടെ സുന്നത്താണ്.
തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഗുണമുള്ളതാണ്. നമ്മളുടെ ഈ നിയന്ത്രണത്തിന് പോലും റബ്ബിന്റെ അടുക്കൽ വലിയ കൂലിയുള്ളതാണ്. വലിയ മഹാന്മാരൊക്കെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരായിരുന്നു. നമുക്കറിഞ്ഞൂടെ? എന്തിനാ? സൂക്ഷ്മതയുടെ ഭാഗമാണ്. വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഒരു വിഷമം തോന്നിയാൽ അത് നമുക്ക് വലിയ കുറ്റമായി മാറും. ഇനി എന്തെങ്കിലുമൊക്കെ ഈബത്തും മെയ്ബത്തൊക്കെ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോയാൽ നമ്മൾ ഈ ചെയ്ത അമലുകളൊക്കെ മുഴുവനും പാഴായി പോകും. എന്തിന് നമ്മൾ അങ്ങനെ ചെയ്യണം? നമുക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ പോരെ. പലപ്പോഴും നമ്മുടെ വികാരങ്ങൾ തള്ളി വരുമ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ല്ലേ? വികാരങ്ങളുടെ പുറത്തല്ലേ നമ്മൾ പലതും പറഞ്ഞു പോയില്ലേ? വികാരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും നിയന്ത്രിക്കുകയാണ്. മൗനം ജ്ഞാനത്തിന്റെയും ജ്ഞാനിയുടെയും അടയാളവും ജ്ഞാനിയിലേക്കുള്ള വഴിയുമാണ്. അതായത് അറിവുള്ളവന്റെയും അറിവിന്റെയും അടയാളമാണ് മൗനം. അതുപോലെ അറിവുള്ളവനിലേക്കുള്ള അറിവ് നേടുന്ന അറിവുള്ള ഒരു ജ്ഞാനിയിലേക്കുള്ള വഴിയും കൂടെയാണ് മൗനം. മൗനം പാലിക്കുന്നതിലൂടെ നമ്മളുടെ നിലവാരം തന്നെ വളരുകയാണ്. റെഡിയല്ലേ? മനുഷ്യൻ അനുഭവിച്ചിരിക്കുന്ന ശിക്ഷകളിൽ ഭൂരിഭാഗവും അവന്റെ നാവ് കൊണ്ടാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ നമുക്ക് നാവിനെ നിയന്ത്രിക്കണ്ടേ? അതേറെ സംസാരിക്കുന്നവർക്ക് ഏറെ തെറ്റുകൾ വരാൻ സാധ്യത കൂടുതലായതിനാൽ നമുക്ക് നമ്മുടെ നാവിനെ ഇന്ന് സൂക്ഷിക്കാം. ഇന്ന് നല്ലത് മാത്രം പറയാം. എല്ലാവരെയും വിഷമിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് മാറി നിൽക്കാം. തീർച്ചയായിട്ടും റമദാനിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാം. എന്നാലും ഒരു സ്റ്റെപ്പും കൂടെ ഇപ്പൊ നിലവിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ മികച്ച രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റെഡിയല്ലേ? ഇൻഷാ അള്ളാഹ് റഹ്മാനായ റബ്ബ് ഹബീബായ തങ്ങളുടെ ആ ഒരു വാക്ക് കേട്ടിട്ടാണ് നമ്മൾ ല്ലേ ഹബീബായ തങ്ങളെ അനുസരിക്കലും ഹബീബായ തങ്ങളുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കുകയും കൂടെയാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. ഏതായാലും റബ്ബ് ഇത് കാരണത്താൽ ഹബീബായ തങ്ങളിലേക്ക് നമ്മളെ ഒരുപാട് അടുപ്പിച്ചു തരുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ആത്മീയമായി അടുത്തു വരാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബിലേക്ക് ഒരുപാട് ഉയരാൻ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദറജ ഉയരാനും മറ്റുള്ളവർക്ക് ഒരുപാട് നാവിലൂടെ സന്തോഷം നൽകാനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു.